അന്ന് ജെറാദിൻ്റെ ചെവിയിൽ അയാൾ ഇങ്ങനെ മന്ത്രിച്ചു, ഞാൻ ഒരിക്കൽ കൂടി ഈ കിരീടത്തിനായി വീണ്ടുമെത്തും. ഇസ്താംബുൾ ചുവന്ന ആ രാത്രിയിൽ ഏറ്റവും ഹൃദയം നുറുങ്ങിയത് അയാളുടേതായിരുന്നു. അതെ, AC മിലാൻ്റെ ചരിത്രത്തിലെ തന്നെ, അല്ലെങ്കിൽ ലോക ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം മറക്കുവാൻ കഴിയാത്ത ആ പ്രതിരോധ താരത്തിൻ്റെ പേര് പൗലോ സീസർ മാൾഡീനി. അതെ, പൗലോ സീസർ മാൾഡീനി 2 വർഷത്തിനിപ്പുറം ലിവർപൂളിനെ തന്നെ കീഴടക്കി ആ കിരീടം അയാളാൽ തന്നെ ഉയർത്തപ്പെടുമ്പോൾ ലോക ഫുട്ബോൾ കണ്ട ഇക്കാലത്തെയും മികച്ച കിരീടധാരണത്തിനാണ് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇഫ് ഐ ഹാവ് ടു മേക്ക് എ ടാക്കിൾ ദെൻ ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് എ മിസ്റ്റേക്ക്. മാൾഡീനിക്ക് ടാക്കിൾ എന്നത് തൻ്റെ പിഴവിനുള്ള പരിഹാരമായിരുന്നു. ഏഥൻസിലെ ഗ്രീക്ക് ദേവന്മാർക്ക് മുന്നിൽ അയാൾ കിരീടധാരണം നടത്തുമ്പോൾ അയാൾക്ക് പ്രായം 38 കഴിഞ്ഞിരുന്നു. പല ഡിഫൻഡർമാരും കമൻറ്റേറ്റർമാരായോ കോച്ചുമാരായോ കരിയർ തുടങ്ങുന്നിടത്താണ് ആ മനുഷ്യൻ AC മിലാനായി ജീവൻ നൽകിയും ആ കപ്പുയർത്തിയത്. കളി കഴിഞ്ഞുള്ള മാൾഡീനിയുടെ യാത്ര ഒരിക്കലും ആഘോഷങ്ങളിലേക്കായിരുന്നില്ല, മറിച്ച് തൻ്റെ കാൽമുട്ട് ശസ്ത്രക്രിയയ്ക്കായിരുന്നു. അപ്പോഴേക്കും ഇസ്താംബുളിലേറ്റ മുറിവ് അയാളുടെ മനസ്സിൽ നിന്നും ഉണങ്ങിയിരുന്നു. പ്രതിരോധത്തിൻ്റെ എല്ലാ മുഖങ്ങളും മാൾഡീനിക്ക് സ്വന്തമായിരുന്നു. ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ പ്രതിരോധ സൗന്ദര്യം നെസ്റ്റയ്ക്കും പരേസയ്ക്കുമൊപ്പം അയാൾ കളത്തിൽ കാണിച്ചിരുന്ന കാലം. അച്ചടക്കത്തോടെ പ്രതിരോധം കാക്കുന്ന കാവലാളായിരുന്നു മാൾഡീനി. എതിരാളി നീക്കം മനസ്സിൽ കാണുമ്പോഴേക്കും ആ നീളം മുടിക്കാരൻ്റെ തലയിൽ അത് ഉദയം ചെയ്തിരുന്നു എന്ന് തോന്നിപ്പോയ എത്രയോ നിമിഷങ്ങളാണ് കളത്തിൽ മാൾഡീനി നമുക്കായി നൽകിയത്. അച്ചടക്കമുള്ള ഒരു പ്രതിരോധ താരമായിരുന്നു എന്നും മാൾഡീനി. 1000-ലേറെ മത്സരങ്ങളിൽ കുപ്പായം അണിഞ്ഞിട്ടും ആകെ നേടിയത് 3 റെഡ് കാർഡുകൾ മാത്രമായിരുന്നു. ക്യാപ്റ്റനായി മിലാനൊപ്പം 25-ലേറെ കിരീടങ്ങൾ അയാൾ നേടിയെടുത്തു. പറഞ്ഞതുപോലെ മാൾഡീനി ഡിഫൻസ് ചെയ്യുന്ന ഏരിയയിൽ നിന്നും മാറി നിന്ന് കളി മെനയാനാണ് എനിക്ക് താല്പര്യം. റൊണാൾഡോ നസാറിയോ മാൾഡീനിയെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. അയാൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും ടഫസ്റ്റ് ഡിഫൻഡറായിരുന്നു മാൾഡീനി. അതെ, മാൾഡീനി അതൊരു പ്രതിഭാസമാണ്. ക്യാപ്റ്റനായും കളിക്കാരനായും താനിട്ട കുപ്പായത്തോട് 100% കൂറ് പുലർത്തിയ മനുഷ്യൻ. അർഹമായ ബഹുമതികൾ അയാൾക്ക് സ്വന്തമാക്കാനായോ എന്നത് ചോദ്യം ഇന്നും ബാക്കിയാണ്. മാൾഡീനി തന്നെ അയാളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതൻ. നേടിയ നേട്ടത്തിലേക്കാൾ നഷ്ടമായ കിരീടങ്ങൾ അയാൾക്ക് കയ്പുനീർ നൽകിയെന്നത് 100% സത്യമാണ്. ആ മനുഷ്യൻ അത് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഒറ്റവാക്കിൽ അയാളെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ: ദ റിയൽ ക്യാപ്റ്റൻ ഫുട്ബോളർ. അതെ, ഹിസ് നെയിം ഈസ് പൗലോ സീസർ മാൾഡീനി.